സൈക്കോളജി ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാലോ, ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം, ഒരു അധ്യാപകൻ കുട്ടികളെ കാണേണ്ട രീതി, ഒരു അധ്യാപകൻ കുട്ടികളെ എങ്ങനെയൊക്കെ ഏതൊക്കെ വീക്ഷണകോണിലൂടെ ഒരു അധ്യാപകൻ കുട്ടിയെ നോക്കിക്കാണണം, അല്ലെങ്കിൽ എങ്ങനെ കാണരുത് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനിയും അതല്ല, ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയക്കകത്ത് നമുക്കുള്ള മറ്റൊരു ടോപ്പിക് കൂടിയാണ് എങ്ങനെ കുട്ടികളെ വിലയിരുത്തണം, അല്ലെങ്കിൽ ഏതൊക്കെ ബോധന രീതികളിലൂടെ കുട്ടികളെ പഠിപ്പിക്കണം. ബോധന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, അതിന് പറഞ്ഞ പേരാണ് ബോധന രീതികൾ കേട്ടോ. ഇപ്പോൾ നമ്മൾ ചാർട്ട് കൊണ്ട് കാണിക്കുന്നു, നമ്മുടെ ഫ്ലാഷ് കാർഡ്സ് കാണിക്കുന്നു, ബോർഡിൽ എഴുതി കാണിക്കുന്നു, വരച്ച് കാണിക്കുന്നു, ഡയഗ്രംസ് കാണിക്കുന്നു, PPT കാണിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്തി പഠിപ്പിക്കുന്നു, ICT സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതെല്ലാം ബോധന രീതികൾക്കകത്ത് വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾക്ക് പറയുന്ന പേരാണ് ബോധന രീതികൾ എന്ന് പറയുന്നത്. അതും ചോദിച്ചിട്ടുള്ള എന്താണ് ബോധന രീതികൾ, അതായത് ഒരു അധ്യാപകൻ അല്ല അധ്യാപിക ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ ക്ലാസ് റൂം പഠന പ്രക്രിയക്കകത്തുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. നോക്കിയേ, ഒന്നാമത് തന്നെ ഓർക്കേണ്ട ഒരു പോയിൻ്റാണ് പഠനം എന്ന വാക്കിനർത്ഥം എന്താണ്. നിങ്ങൾ പഠനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വ്യവഹാരത്തിലെ മാറ്റം. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, എന്താണ് വ്യവഹാരം? എന്താണ് വ്യവഹാരം എന്ന് പറഞ്ഞാൽ? വ്യവഹാരം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വ്യവഹാരവാദം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കേൾക്കാൻ തോന്നുന്ന വാക്കുകളൊക്കെയാണ്. എന്താണ് വ്യവഹാരം എന്ന് പറഞ്ഞാൽ? വ്യവഹാരം, അവൻ്റെ വ്യവഹാരം തീരെ ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഒരു പഴയ മലയാളം വാക്കാണ് വ്യവഹാരം എന്ന് പറയുന്നത്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്നാ? വ്യവഹാരം എന്ന് പറഞ്ഞാൽ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം എന്ന് നമ്മൾ പുതിയതായിട്ട് പറയുന്ന വാക്ക് പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ കേട്ടോ. നമ്മുടെ വ്യവഹാരവാദം എന്ന് പറഞ്ഞാൽ ബിഹേവിയറിസ്റ്റ് തിയറി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബിഹേവിയർ തിയറി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം വ്യവഹാരത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ കുട്ടിയിലൊരു ബിഹേവിയറൽ ചേഞ്ച് വരണം. അതിനല്ലേ പഠനം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനാ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാകാനായിട്ട്. എന്തിൽ? ബിഹേവിയറിൽ മാറ്റം ഉണ്ടാകാനായിട്ട്. ഒരു വ്യക്തി വളരേണ്ടതെങ്ങനെ, ജീവിക്കേണ്ടതെങ്ങനെ, സമൂഹത്തിൽ ഇടപെടേണ്ടതെങ്ങനെ, ആൾക്കാരുമായി മിങ്കിൾ ചെയ്യേണ്ടതെങ്ങനെ, സാമൂഹികവൽക്കരിക്കേണ്ടതെങ്ങനെ എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പഠനത്തിലൂടെയാണ്. ശരിയല്ലേ? അപ്പം പഠനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വ്യവഹാരത്തിലെ മാറ്റം. ആരുടെ വ്യവഹാരത്തിലെ മാറ്റം? കുട്ടികളുടെ വ്യവഹാരത്തിലെ മാറ്റം, അതായത് കുട്ടികളുടെ ബിഹേവിയറിലെ മാറ്റം, കുട്ടികളുടെ പെരുമാറ്റ മാറ്റം എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. ഇനിയും ഇത്തരം മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ ഉണ്ടാക്കാൻ ക്ലാസ് മുറിയുടെ പങ്ക് വളരെ വലുതാണ്. കണ്ടോ, അതായത് ഒരു കുട്ടിയിൽ ഒരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് മുറിക്കകത്ത് വളരെ അതിൻ്റെ ഒരു പങ്കെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അവനെ ശരിയായ പാതയിലൂടെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില്ലറ പാടൊന്നുമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ ഉണ്ടാക്കാൻ. ഏത് മാറ്റങ്ങളാണ്? വ്യവഹാരപരമായിട്ടൊരു മാറ്റം അല്ലെങ്കിൽ അവൻ്റെ പെരുമാറ്റത്തിലെ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ പങ്ക് വളരെ ചെറുതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പം കാണാൻ പോകുന്നത് LP UP ക്ലാസ്സിലെ കുട്ടികളെ അല്ലേ. അപ്പം ഈ LP UP ക്ലാസ്സിലെ കുട്ടികളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് വ്യവഹാരത്തിൽ മാറ്റം വരുത്താൻ പെട്ടെന്ന് സാധിക്കും. അതായത് അവർ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സുകൾ, അതായത് അവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുകയാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ആൾക്കാരെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യണം, ഒന്ന് കൈകൂപ്പി ടീച്ചേഴ്സിനോട് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയണം. അങ്ങനെ അവരെ കൊച്ചു ക്ലാസ് തൊട്ട് ട്രെയിൻ ചെയ്യിച്ചാൽ എന്ത് ചെയ്യും? ആ കുട്ടികൾ അത് ചെയ്യും. നമ്മൾ കേട്ടില്ലേ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്ന ശീലങ്ങൾ വലുതാകുമ്പം വരെ അവരുടെ ബിഹേവിയറിൽ അത് കാണും. ഇൻ കേസ് നമ്മളത് പഠിപ്പിച്ചില്ലെങ്കിൽ അവർ നേരായ വഴിക്ക് വന്നെന്ന് വരത്തില്ല. അപ്പം കണ്ടോ, അതായത് ഒരു മാറ്റം കുട്ടിയിൽ ഉണ്ടാക്കേണ്ടത് ഏത് പ്രായം തൊട്ടാ? കുഞ്ഞു ക്ലാസ് മുതലേ തുടങ്ങിയിരിക്കണം. ഇനിയും ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ആരൊക്കെയാണ്? അധ്യാപകൻ, പാഠ്യവസ്തു, പഠനാന്തരീക്ഷം. ഒരാളുകൂടിയുണ്ട്. ആരാണ്? പറയാമോ ആർക്കെങ്കിലും? ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ. ഇതിലൊരു മെയിൻ പോയിൻ്റ് ഇതിൻ്റെ അകത്ത് ഇല്ല. ആരാന്ന് പറയാമോ? ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ: 1 അധ്യാപകരാണ്, 2 പാഠ്യവസ്തുവാണ്, 3 പഠനാന്തരീക്ഷമാണ്, 4 ആരാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ മിസ്സിങ് ചെയ്യേണ്ടത് ആരാണ്?
ആരാ? സഹപാഠികളല്ല. ആരാ? ആരാ? വിദ്യാർത്ഥികൾ. അതിനെ മറ്റൊരു പേരിൽ എന്നാ പറയാം? പഠിതാവ്. കേട്ടോ, പഠിതാവ്. കേട്ടോ, അതാണ് ഓർക്കേണ്ടത്. മെയിനായിട്ട് വേണ്ട ഒരാളെ ഈ പഠിതാവ്. ഞാനിത് മായ്ച്ചു കളഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യം ചോദിക്കാൻ. അതായത് ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങളിൽ പെടുന്ന ആളാണ് ആര്? പഠിതാവ്. പഠിതാവില്ലാതെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അധ്യാപകർക്ക് പ്രയോജനമുണ്ടോ? പാഠ്യവസ്തുവിന് പ്രയോജനമുണ്ടോ? പഠനാന്തരീക്ഷത്തിന് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പം ക്ലാസ് മുറിയിലെ പ്രധാന ഘടകം ആരാ? പഠിതാവ്. അതിലിരിക്കുന്ന കുട്ടി ആണ് ഉദ്ദേശിക്കുന്നത്. പഠിതാവ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടി. ഇനിയും പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കാൻ ആര് വേണം? അധ്യാപകർ വേണം. ഇപ്പോൾ പഠിപ്പിക്കാനെന്നല്ല പറയുന്നത്, ഇപ്പം ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ മാർഗനിർദ്ദേശകനായിട്ട് നിൽക്കാൻ ആര് വേണം? അധ്യാപകർ വേണം. പഠിപ്പിക്കുന്ന കുട്ടിക്ക് എന്ത് വേണം? പഠിതാവിന് എന്ത് വേണം? പാഠ്യവസ്തു, അതായത് പഠിക്കാൻ ഉൾപ്പെടുന്ന സിലബസുകൾ വേണം, ടെക്സ്റ്റ് ബുക്കുകൾ വേണം. അവൻ്റെ ഓരോ പ്രായത്തിലും നേടേണ്ട നൈപുണികൾ അടങ്ങിയ അല്ലെങ്കിൽ സ്കിൽസുകൾ അടങ്ങിയ ശേഷികൾ ഉൾപ്പെടുന്ന ടെക്സ്റ്റ് ബുക്കുകൾ വേണം. അതിന് പറ്റുന്ന ഒരു പഠനാന്തരീക്ഷം കൂടി നമ്മൾ സെറ്റാക്കണം. എന്താണ് പഠനാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ? അവനിരിക്കുന്ന ക്ലാസ് മുറിയും അവനായിരിക്കുന്ന ചുറ്റുപാടും അവൻ്റെ വീടും അവൻ്റെ സഹോദരങ്ങളും അമ്മയും അപ്പനും കൂട്ടുകാരും എല്ലാം ആരാണ്? ഈ പറയുന്ന അയൽവക്കവും എല്ലാം പഠനാന്തരീക്ഷമാണ്. നിങ്ങൾ ബാല എന്ന് കേട്ടിട്ടുണ്ടോ? BALA കേട്ടിട്ടുണ്ടോ? ബാല ഒരു വട്ടം ചോദിച്ചാൽ പരീക്ഷയ്ക്ക്, ഒരു വട്ടമല്ല ഒരുപാട് വട്ടം കയറ്റിയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. എന്താ ബാല എന്ന് പറഞ്ഞാൽ? ഫുൾ ഫോം എന്നാ ബാലയുടെ? ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. വെരി ഗുഡ് അഞ്ജലി. എന്ന് പറഞ്ഞാൽ എന്നാ? ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നാണ് പറയുന്നത്. എന്താണ് ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്കൂളുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഭിത്തിയിലൊക്കെ ABCD, കാക്കാ കീക്കി, ആ ഈ, കായ്ക്ക കായ്ക്ക, യാരാലാവ പടങ്ങൾ, പിക്ചറുകൾ, ഫ്രൂട്ട്സിൻ്റെയൊക്കെ പടങ്ങൾ, അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻസ്, ക്യാരറ്റിനെയൊക്കെ വരച്ച് വെച്ചിട്ട് അവിടുന്ന് വൈറ്റമിൻ C കണ്ടൻറ്റ് കണ്ണിനൊക്കെ നല്ലതാണെന്നൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടില്ലേ? ക്ലാസ് മുറിയിലും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭിത്തിയിലുമൊക്കെ. അതായത് നമ്മുടെ ചുറ്റുമതിലുകളെ നമ്മൾ എന്താക്കുന്നു? ഒരു പാഠ്യവസ്തുവാക്കുന്നു. അതിനാണ് ലേണിംഗ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പം ബിൽഡിങ്ങിനെ ഒരു പാഠ്യവസ്തുവാക്കുക, ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് ഉണ്ടോ? അതിന് പറയുന്ന പേരാണ് എന്ത്? ബാല എന്ന് പറയുന്നത്. 2-3 തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് എന്താണ് ബാല. ബാലയുടെ ഫുൾ ഫോം എന്താണ്? ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് മുറിയിലുള്ള ചുറ്റുമതിലുകളെ അല്ലെങ്കിൽ ചുറ്റുപാടിനെ നമ്മൾ എന്താക്കുന്നു? ഒരു പാഠ്യ വസ്തുവാക്കി നമ്മൾ മുമ്പോട്ട് പോകുന്നു. അതിന് പറഞ്ഞ പേരാണ് ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. അപ്പോൾ ഓർത്തിരിക്കണം, ക്ലാസ് മുറിയിലെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് അധ്യാപകർ, പാഠ്യവസ്തു, പഠനാന്തരീക്ഷം, പഠിതാവ്. അതിൽ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പഠിതാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനിയും കുട്ടികൾക്ക് നല്ലൊരു പഠനാന്തരീക്ഷം സജ്ജീകരിച്ച് നൽകുക എന്നത് അധ്യാപകരുടെ ധർമ്മമാണ്. അതായത് അവനിരിക്കുന്ന ക്ലാസ് മുറി സജ്ജമാക്കുക, അവനിരിക്കുന്ന ക്ലാസ് മുറി വൃത്തിയായി സൂക്ഷിക്കുക, അവനിരിക്കുന്ന ക്ലാസ് മുറി അവന് അല്ലെങ്കിൽ അവൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യുക. ഈ ചാർട്ട് പേപ്പറും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും അവർക്ക് പഠിക്കാനുള്ള ചെറിയ ചെറിയ കവിതകളും കഥകളും ഒക്കെയായി നമ്മൾ ആ ക്ലാസ് മുറിയെ അലങ്കരിച്ച് കഴിയുമ്പോൾ അതിവിടെ ഇരുന്ന് പഠിക്കുവാനായിട്ട് കുട്ടികൾക്ക് തോന്നും. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ. ഇനിയും അറിവ് പകരുമ്പോൾ കുട്ടിയുടെ പഠന സന്നദ്ധത ഉണ്ടോ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ കുട്ടിയുടെ പഠന സന്നദ്ധത, അതായത് കുട്ടിയിലുണ്ടാവുന്ന മുന്നറിവ്, ആശയം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അറിയുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഇതിനു വേണ്ടി നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും. എന്നതാണത്? ഒരു പാഠ്യവസ്തു അല്ലെങ്കിൽ ഒരു പഠന നേട്ടം നമ്മൾ പഠിപ്പിക്കാൻ ഡയറക്റ്റ് കയറി ചെന്ന് പറയുവാണോ? ആണോ? അതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. അതിനൊരു പേര് പറയും. എന്താണ് അറിയാവോ? ഒരു ക്ലാസ് മുറിയിലേക്ക് കുട്ടികളെ പഠന സന്നദ്ധതയിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും ക്ലാസ്സിൽ. അതിനൊരു പേര് പറയും. എന്താണ് ആ പേര്? എൻഗേജിങ് എന്ന് നമ്മൾ സയൻസിൽ പറയും. അതായത് കുട്ടികളെ അതിലേക്ക് നമ്മൾ കൊണ്ടുവരിക. വെരി ഗുഡ് കേട്ടോ. അലീന പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് കുട്ടികളെ ചില ചോദ്യങ്ങളിലൂടെ, നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ചില കോൺസെപ്റ്റുകളിലൂടെ, അവരനുഭവിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ കുട്ടികളെ അതിലേക്ക് നമ്മൾ
ആദ്യം കൊണ്ടുവരണം. പ്രാരംഭ പ്രവർത്തനം എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രോ ആക്ടിവിറ്റി എന്ന് പറയും. അതായത് നമ്മൾ ചെന്നപാടെ ആ റിലേറ്റ് ചെയ്ത് നമ്മൾ ഏത് എല്ലോ ആണോ, എല്ലോ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഔട്ട്കം, പഠന നേട്ടം കേട്ടോ. ഏത് എല്ലോ ആണോ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ എല്ലോവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നു. ഇപ്പോൾ ഞാൻ മഴ അല്ലെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞ ടോപ്പിക്ക് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ വെള്ളം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ മഴ പെയ്തോ? നിങ്ങളുടെ വീട്ടിലൊക്കെ മഴ പെയ്തോ? വെള്ളപ്പൊക്കമുണ്ടായോ? ഇനി നിങ്ങൾക്ക് മഴയത്തിറങ്ങി കളിക്കാൻ ഇഷ്ടമാണോ? കുടയില്ലാതെ കളിക്കാനാണോ, കുടയായി നിന്ന് കളിക്കാനാണോ ഇഷ്ടം? ചെളികളിലൂടെ ചവിട്ടി ഓടുവാൻ ഇഷ്ടമാണോ? മഴ വെള്ളം മറ്റൊരാളുടെ ദേഹത്ത് തെറിപ്പിക്കാൻ ഇഷ്ടമാണോ? അല്ലേ? കണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുട്ടികളെ വെള്ളവുമായി ആദ്യം പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ ഈ മഴയുണ്ടാവുന്നത് അങ്ങനെയുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അപ്പം അവിടെ കുട്ടികൾക്കുണ്ടാകുന്ന മുന്നറിവും അതുപോലെ തന്നെ ആ ആശയം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയും അവർക്കുണ്ടോ എന്നറിയാൻ പറ്റും. ഇതിനൊക്കെ റെസ്പോണ്ടുകൾ കുട്ടികൾ ചെയ്യുവാണെങ്കിൽ അവരതിനുള്ള മാനസികാവസ്ഥയിലാണ്. ഇൻ കേസ് അവർക്ക് അതിനുള്ള മാനസികാവസ്ഥയിലല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ഏതൊക്കെ പിള്ളേരാണ് ഡള്ളായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പിള്ളേരാണ് പഠന സന്നദ്ധത ഇല്ലാതെ ഇരിക്കുന്നതെന്ന് നമുക്ക് ഉടനെ തന്നെ കണ്ടാൽ മനസ്സിലാവും. അവരെ നമ്മൾ പ്രത്യേകം വിളിച്ചു വരുത്തി അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, പഠന സന്നദ്ധത എന്ന് പറഞ്ഞ വാക്ക് കേട്ടോ. പഠിക്കുവാനായിട്ട് കുട്ടികൾക്ക് പഠന സന്നദ്ധത ആയിരിക്കുമ്പോൾ മാത്രമേ കൊടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ അവരുടെ മുന്നറിവും അവർക്ക് ആശയം ഉൾക്കൊള്ളുവാനുള്ള മാനസികാവസ്ഥയും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഇനി അടുത്തത് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ 2ആയി തിരിക്കാം. ഇന്നലെ തന്നെ നമ്മളത് പറഞ്ഞതാണ്. ഒന്നാമത്തേത് അധ്യാപക കേന്ദ്രീകൃത പഠനം. അതായത് പണ്ടത്തെ കാലത്ത് അത് വ്യവഹാര രീതികളുണ്ടായിരുന്നപ്പോൾ വ്യവഹാര രീതിയിൽ അല്ലെങ്കിൽ വ്യവഹാരവാദത്തിൽ അല്ലെങ്കിൽ വ്യവഹാര രീതിയിൽ ഉള്ള പഠന പ്രക്രിയയാണ് അധ്യാപക കേന്ദ്രീകൃത പഠനം എന്ന് പറഞ്ഞാൽ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് എന്ന് പറയും. അതായത് അവിടെ അധ്യാപകനാണ് പ്രാധാന്യം കൂടുതൽ, കുട്ടികൾക്ക് അവിടെ പ്രാധാന്യം ഇല്ല. അതായത് അധ്യാപകൻ ഒരു കാര്യങ്ങൾ വന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളത് കേൾക്കുന്നു, തിരികെ വീട്ടിലേക്ക് പോകുന്നു. ഇത്രയും മാത്രം. അതായത് കുട്ടികൾക്ക് അവിടെ യാതൊരു പങ്കുമില്ല. അധ്യാപകൻ എന്ത് പറയുന്നു കുട്ടികൾ അതേപടി കേൾക്കുന്നു. അതായത് നമ്മുടെ ഏകദേശം ഒരു 19ാം 18ാം നൂറ്റാണ്ടിലൊക്കെ നടന്നുകൊണ്ടിരുന്ന പരിപാടി. അതാണ് വ്യവഹാര കേന്ദ്രീകൃത രീതി അല്ലെങ്കിൽ അധ്യാപക കേന്ദ്രീകൃത രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഏതാണ്? വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതിയാണ്. അതായത് നമ്മുടെ സാമൂഹിക ജ്ഞാനനിർമ്മിതി ഭാഗത്തിൽ അധിഷ്ഠിതമാണ് കേട്ടോ. അതുകൂടി ഓർത്തിരിക്കണം. ഇവിടെ ചോദിക്കുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം അല്ലെങ്കിൽ സാമൂഹിക ജ്ഞാനനിർമ്മിതിയിൽ ഊന്നിയത് കേട്ടോ. നിർമ്മിതിയിൽ നമ്മുടെ സോഷ്യൽ കൺസ്റ്റിറ്റ്യൂട്ടീവ് തിയറിയിലാണ് ഇന്നത്തെ പഠന രീതികൾ മുന്നോട്ട്. അതായത് വിദ്യാർത്ഥികൾക്കാണ് അവിടെ പ്രാധാന്യം, അല്ലെങ്കിൽ പഠിതാവിനാണ് അവിടെ പ്രാധാന്യം. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡാണ്. അതായത് കുട്ടികൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മൾ പെരുമാറുക. അതാണ് ഇന്നത്തെ ക്ലാസ് മുറിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഇന്നത്തെ ക്ലാസ് മുറിയിൽ നമ്മൾ നടത്തുന്ന പഠന പ്രക്രിയ ഏതാണ്? ഒരുപാട് ആവർത്തി ചോദിച്ചതാണ്. അത് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതി അല്ലെങ്കിൽ സാമൂഹിക ജ്ഞാനനിർമ്മിതി പഠന രീതി അല്ലെങ്കിൽ സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദത്തിൽ അധിഷ്ഠിതമാണ് ഇന്നത്തെ ക്ലാസ് മുറികളെന്ന് ഓർത്തിരിക്കണം. അവിടെ അധ്യാപകൻ്റെ പങ്കെന്താണ്? അധ്യാപകൻ്റെ പങ്കെന്താ? ടീച്ചർ ഈസ് എസ് എ മെൻറ്റർ അല്ലെങ്കിൽ ടീച്ചർ ഈസ് എസ് എ ഫെസിലിറ്റേറ്റർ കേട്ടോ. അതായത് കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്കഫോൾഡ് ചെയ്യുന്ന വ്യക്തി. ഇന്നലെ പറഞ്ഞില്ലേ ആ വാക്കുകൾ തന്നെ കേട്ടോ. അപ്പം അങ്ങനെ കുട്ടികളെ സഹായിക്കുന്ന ഒരു വ്യക്തി മാത്രമായി ആര് മാറുന്നു? അധ്യാപകൻ മാറുന്നു. കുട്ടികൾ സ്വയമേ അവിടെ അറിവ് നിർമ്മിച്ചുകൊണ്ട് ഒരു പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കുന്നു. അതാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയും പഠന പ്രക്രിയയിൽ അധ്യാപകർക്ക് നൽകുന്ന പ്രാധാന്യത്തിന് പറയുന്ന പേരാണ് അധ്യാപക കേന്ദ്രീകൃത പഠനം. ഇപ്പം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഒന്ന് ലെക്ചർ രീതി. അതായത് നമ്മൾ കാര്യങ്ങൾ വന്ന് പുസ്തകം എടുക്കുക, പറയുക, പഠിപ്പിക്കുക, പോവുക. അതിനാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ കോളേജിലൊക്കെയുള്ള പരിപാടി. ഇനിയും രണ്ടാമത്തെയാണ് ഡെമോൺസ്ട്രേഷൻ രീതി. അതായത് ഒരു കാര്യത്തെ പറ്റി നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക. അതായത് പറയുന്ന ആൾക്ക് മാത്രമേ അവിടെ റോളുള്ളൂ. പറയുന്ന ആളാരാണ്? അധ്യാപകൻ. അപ്പോൾ അത് നമ്മുടെ അധ്യാപക കേന്ദ്രീകൃത രീതിയുടെ എക്സാമ്പിളാണ്. ഇനി പഠന പ്രക്രിയയിൽ കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതി. അത് വന്നത് എവിടെ നിന്നാണ്? സാമൂഹിക ജ്ഞാനനിർമ്മിതി വിഭാഗത്തിൽ നിന്നാണ്
അത് ഉരുത്തിരിഞ്ഞു വന്നത്. അവിടെ ഉദാഹരണം ആരാണ്? ബ്രൂണോയുടെ കണ്ടെത്തൽ പഠനം, അതുപോലെ തന്നെ ആംസ്ട്രോങ്ങിൻ്റെ ഇൻക്വയറി രീതി, പ്രൊജക്റ്റ് രീതി, ചർച്ചാ രീതി. ഇതൊക്കെ എന്നാ നമ്മൾ എടുത്ത് പഠിക്കും, കാരണം ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇഷ്ടം പോലുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ രീതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സാമൂഹ്യജ്ഞാന നിർമ്മിതി വിഭാഗത്തിൽ ബ്രൂണറുടെ കണ്ടെത്തൽ പഠനവും ആംസ്ട്രോങ്ങിൻ്റെ ഇൻക്വയറി രീതിയും പ്രൊജക്റ്റ് രീതിയും ചർച്ചാ രീതിയും എല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ആണ്. അത് നമുക്ക് എടുത്ത് പഠിക്കാം കേട്ടോ. ഈ ഒരു പാഠത്തിൻ്റെ ബാക്കിയായിട്ട് തന്നെ വരുന്നതാണത് കേട്ടോ. അപ്പോൾ അവിടെ ഓർത്തിരിക്കണം, ഇന്നത്തെ കാലത്ത് സാമൂഹിക ജ്ഞാനനിർമ്മിതി വിഭാഗത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ക്ലാസ് മുറികൾ. അതുപോലെ തന്നെ എന്താണ്, അത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണെന്ന് കൂടി ഓർത്തിരിക്കണം. ഇനിയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്, പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നതേത്? അല്ലെങ്കിൽ പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തതേത് എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിനകത്ത് 4 ഓപ്ഷൻ കാണും, അതിൽ ഒരെണ്ണമായിരിക്കും തെറ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓർത്തിരിക്കണം, പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന്, അവൻ്റെ പ്രായം. എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? പ്രായം. ഒരു എക്സാമ്പിൾ പറയാമോ? പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകമാണ് പ്രായം എന്ന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ അവൻ്റെ പ്രായം നമ്മൾ മുൻഗണനയിൽ എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. കാരണം എന്നാ? ഓരോ ക്ലാസ്സിനനുസരിച്ച് വേണം പഠിപ്പിക്കാൻ. കറക്റ്റാണ്. ഇനിയും വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഓക്കെ, ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 1ാം ക്ലാസ്സിലെ കൊച്ചിനെ പോയി ഭരണഘടന പഠിപ്പിക്കാൻ നോക്കിയാൽ ആ കൊച്ചു പഠിക്കുമോ? ഇല്ല. ഇനിയും 2ാം ക്ലാസ്സിലെ കൊച്ചിനെ പോയി നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിക്കാൻ നോക്കിയാൽ കൊച്ചു പഠിക്കുമോ? ഇല്ല. 1ാം ക്ലാസ്സിലെ കൊച്ചിനെ പോയി 1 മുതൽ 10 വരെയുള്ള നമ്പർ പഠിപ്പിക്കാൻ നോക്കിയാൽ കൊച്ചു പഠിക്കുമോ? പഠിക്കും. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാ? പ്രായത്തിനനുസരിച്ച് അവർക്കുതകുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർക്കുതകുന്ന പഠന നേട്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അതുകൊണ്ടാണ് കുട്ടികളുടെ പ്രായം കണക്കിലെടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ, നമ്മൾ 1ാം ക്ലാസ്സിലെ കൊച്ചിനെ ഭരണഘടന പഠിപ്പിക്കുവാനോ 5ാം ക്ലാസ്സിലെ കൊച്ചിനെ നമ്മൾ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുവാനോ മുതിരാറില്ല. കാരണം അവൻ്റെ പ്രായം അതിന് അനുവദിക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യമാണ് മുന്നറിവ്. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് മുന്നറിവ്. എന്താണ് മുന്നറിവ് എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രീവിയസ് നോളജ് എന്ന് പറയും. അതായത് ഒരു കാര്യത്തെപ്പറ്റി അവന് അല്ലെങ്കിൽ അവൾക്ക് എന്തെല്ലാം അറിവുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് മുന്നറിവ് എന്ന് പറയുന്നത്. ഞാൻ 1ാം ക്ലാസ്സിലെ കുട്ടികളോട് ഇന്ന് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഗുണനത്തെപ്പറ്റി എന്നെല്ലാം മുന്നറിവുണ്ട്? കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? ഇല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഗുണനത്തെപ്പറ്റി എന്തെല്ലാം മുന്നറിവുണ്ട്? നിങ്ങൾക്ക് ഗുണനം എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ആവർത്തിച്ചുള്ള എന്നതാ? കൂട്ടൽ എന്ന് പറയൽ. ആവർത്തിച്ചുള്ള സങ്കലനം കേട്ടോ. കൂട്ടൽ എന്ന് പറയൽ തെറ്റാണ്. ആവർത്തിച്ചുള്ള സങ്കലനം, സിമ്പിളായിട്ട് പറഞ്ഞാൽ ആവർത്തന സങ്കലനമാണ് ഗുണിതം. അത് ചോദിക്കുന്നത് കേട്ടോ, എന്താണ് ഗുണിതം? ഗുണിതത്തെ പറ്റി ശരിയായ പ്രസ്താവന ഏത്? അതിനകത്ത് വരേണ്ട ഉത്തരവാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. ആവർത്തന സങ്കലനമാണ് ഗുണിതം. ഓക്കെ, ആവർത്തന സങ്കലനമാണ് എന്ത്? ഗുണനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നാ നോക്കിയേ, 3+3+3+3 നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതി പോകുന്നതിന് പകരം എത്ര 3 ഉണ്ട് മൊത്തം? 4 വട്ടം 3 ഉണ്ട്. 4 ഗുണം 3 12 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ആവർത്തന സങ്കലനമാണ് ഗുണിതം കേട്ടോ. പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. ഗുണനത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയിൽ പെടുന്നത് ഏത് എന്ന് പറയുമ്പോൾ ആവർത്തന സങ്കലനമാണ് ഗുണിതം. ഇനി വേറെ എന്തൊക്കെയാ അറിയാം? ഗുണനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനം എന്ന് പറഞ്ഞാൽ എന്നാ? ഒരു പോയിന്റ് കൂടി പറയാം, എന്താണ് ഗുണനം എന്ന് നിങ്ങളോട് ചോദിക്കണം. ഒരു പോയിന്റ് നിങ്ങൾ പറഞ്ഞു, വളരെ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള പോയിന്റ് പറഞ്ഞു, ആവർത്തന സങ്കലനമാണ്. ഇനിയും അടുത്ത ഒരു പോയിന്റ് കൂടി പറയാമോ? ഹരണ വിപരീതമാണ് ഗുണിതം. ശരിയല്ലേ? പറഞ്ഞ ശരിയല്ലേ? ഹരണ വിപരീതമാണ് ഗുണിതം എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്?
ഇവിടെ നോക്കിയേ 4/2 എന്നാ കിട്ടും? 2 കിട്ടും. ഇതിൻ്റെ വിപരീതം എന്ന് പറഞ്ഞാൽ എന്നാ? 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും. കണ്ടോ? ഹരണ വിപരീതമാണ് ഗുണിതം. കണ്ടോ? ഓരോ കോൺസെപ്റ്റ് നമ്മൾ ഫോം ആക്കുന്നുണ്ടോ? അപ്പോൾ ഓർത്തിരിക്കണം, നമുക്ക് കുറേ മുന്നറിവുണ്ട് അതിനെപ്പറ്റി. പക്ഷേ ഈ മുന്നറിവ് കൊച്ചിലെ ക്ലാസ്സിൽ, 1ാമത്തെ ക്ലാസ്സിലെ കൊച്ചിനുണ്ടോ? ഇല്ല. അപ്പോൾ കൊച്ചിനെ എന്താണ് പഠന പ്രക്രിയയിൽ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് മുന്നറിവ്. 3ാമത്തേതാണ് ആരോഗ്യനില. എന്ന് പറഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യനില. ഒരു കൊച്ചിനെ നമ്മളിപ്പം PT പീരീഡിന് ഇറക്കുക, ഓടാനും ചാടാനുമുള്ള കഴിവില്ല. അതായത് ആ കൊച്ചൊരു ലോക്കോമോട്ടർ കൊച്ചാന്ന് വിചാരിക്കുക. ആ കൊച്ചിനെ കൊണ്ട് ഈ കാര്യം ചെയ്യാൻ പറ്റുമോ? അവൻ്റെ ആരോഗ്യനില അതിന് സമ്മതിക്കുമോ? ഇല്ല. ശരിയല്ലേ? ഇൻ കേസ് വേണ്ട, നിങ്ങളൊരു വലിയ ടോപ്പിക്ക് പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നല്ലൊരു ടോപ്പിക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ആ പഠിപ്പിക്കാൻ പോകുന്ന ദിവസമെന്ന് പറഞ്ഞാൽ കുട്ടികൾ ടൂറ് കഴിഞ്ഞ് വന്ന തൊട്ട് പിറ്റേ ദിവസമാണ്. അതായത് വ്യാഴാഴ്ച ടൂറ് പോയെങ്കിൽ വെള്ളിയാഴ്ചയാണ് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിപ്പിക്കാൻ എടുക്കുന്നത്. കുട്ടികളത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുമോ? ഇല്ല. കാരണം എന്നാ? അവരുടെ ആരോഗ്യനില ശരിയല്ല. അവർക്ക് ആരോഗ്യപരമായിട്ടിരുന്ന് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ക്ലാസ് കൂടാൻ പറ്റുമോ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. കണ്ടോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. കണ്ടോ? കൊച്ചിൻ്റെ ആരോഗ്യനില സ്ഥിരയില്ലെങ്കിൽ കൊച്ചിനെ പഠിക്കാനായിട്ടുള്ള സന്നദ്ധ ഇല്ലാതായി മാറും. 2 ശ്രദ്ധ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു കോൺസെൻട്രേഷൻ. കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവല് ഇന്ന് വളരെ കുറവാണ്. അതിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വെല്ലുവിളി തന്നെയാണ് കേട്ടോ. പുറത്തേക്ക് നോക്കിയിരിക്കുന്നൊരു കൊച്ചിനെ പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അവനെ പതുക്കെ അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അവൻ്റെ ശ്രദ്ധ നമുക്ക് പിടിച്ചെടുക്കുവാൻ പറ്റുകയുള്ളൂ. അടുത്താണ് അവൻ്റെ ഓർമ്മശക്തി. എന്താ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ? 3 തരത്തിലുള്ള ഓർമ്മശക്തിയുണ്ട്. ഇന്ദ്രിയപരം, അല്ലെങ്കിൽ ഷോർട്ട് ടൈം, ലോങ് ടൈം ആൻഡ് ഐസോത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ച് നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം, ഒരു 2-3 മാസങ്ങൾക്ക് വേണ്ടി മാത്രം, കുറേ ദീർഘകാലത്തേക്ക്, അങ്ങനെ ഓർമ്മശക്തിയുടെ ഇതുകൊണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരു നമ്പർ പറയുക. ഞാൻ ഒരു നമ്പർ ഇവിടെ എഴുതിയിട്ട് നിങ്ങളെ പെട്ടെന്ന് കാണിക്കാം. നിങ്ങൾക്കത് പറയാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, ഞാൻ പറയുന്ന നമ്പറുകൾ ഇതാണ്: 22, 46, 32, 12. കിട്ടിയോ? 22, 46, 32, 12. ഓക്കെ. അപ്പം ഇങ്ങനെ കുട്ടികളിൽ ഓർമ്മശക്തി ഉണ്ടോ എന്ന് ആദ്യമൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ ബോർഡിൽ പെട്ടെന്നൊരു കാര്യം എഴുതുക, 2 സെക്കൻഡേക്ക് കാണിക്കുക, സംഭവം അയച്ചു കളയുക. മനസ്സിലായോ? അപ്പോൾ കുട്ടികൾക്ക് ഓർമ്മശക്തി നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പതുക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ കേസ് അവർക്ക് കൊച്ചു പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ മൊബൈൽ നമ്പർ പഠിക്കാൻ ഭയങ്കര പാടാണ്. അവർക്ക് ഇപ്പോൾ ID കാർഡ് നോക്കി നമ്മൾ വിളിക്കേണ്ടി വരും. അവരെ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കാരണം ഇൻ കേസ് അവർക്ക് ID കാർഡ് നഷ്ടപ്പെട്ടു, കൊച്ചു പിള്ളേരാ, ശരിയല്ലേ? പോകുന്ന വഴിക്ക് ആരുടെയെങ്കിലും ഫോൺ എടുത്തൊന്ന് വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് നമ്പർ പറഞ്ഞു കൊടുക്കണം. ശരിയല്ല? അപ്പോൾ ആ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. മിക്കവരും ഇത് പഠിപ്പിക്കത്തില്ല, സ്കൂളുകളിൽ പഠിപ്പിക്കത്തില്ല. നിങ്ങൾ നോക്കിയേ, കൊച്ചു കുട്ടികൾ ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം അല്ലെങ്കിൽ സമൂഹം നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ആ കൊച്ചിനാണെങ്കിൽ പോലും ഒരാളുടെ ഫോൺ കിട്ടിയാൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ നമ്പർ അറിയാതെ എങ്ങനെ കൊച്ചു വീട്ടിലേക്ക് കോൺടാക്ട് ചെയ്യും? അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ അവരുടെ വീട്ടിലെ ഫോൺ നമ്പർ നമ്മൾ പഠിപ്പിക്കണം. അവരുടെ വീട്ടിലെ ഫോൺ നമ്പർ പഠിപ്പിക്കില്ല, നമ്മുടെ നമ്പർ അവരെ കൊണ്ട് കാണാൻ പഠിപ്പിക്കണം. മനസ്സിലായോ? നമ്മുടെ നമ്പർ അല്ല പഠിപ്പിക്കേണ്ടത്. ഇൻ കേസ് എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളോ ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് നമ്മുടെ നമ്പർ, എമർജൻസി നമ്പറായിട്ട് നമ്മുടെ നമ്പർ അവരെ കൊണ്ട് പഠിപ്പിക്കണം. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത സ്കൂളിലാണെങ്കിൽ അടുത്ത കുഴപ്പമെന്ന് വെച്ചാൽ, വീട്ടിൽ പ്രശ്നമുള്ള കുട്ടികൾ ഹോസ്റ്റലിൽ വന്നിരിക്കുക, അതായത് അങ്കിളുമാരും അതുപോലെ തന്നെ ആൻറ്റിമാരുമൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ അബ്യൂസ് ചെയ്ത കുട്ടികളിൽ ഉണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു. അപ്പോൾ അവർക്ക് അച്ഛനായിട്ടോ അമ്മയായിട്ടോ നിൽക്കാൻ ആരുമില്ല. ശരിയല്ലേ? അപ്പോൾ അവർക്ക് എന്തെങ്കിലും എമർജൻസി ആരെ കോൺടാക്ട് ചെയ്യും? അവിടെ നമ്മുടെ നമ്പർ വേണം അവർക്ക് കൊടുക്കാൻ. മനസ്സിലായി? അവർക്കൊരു എമർജൻസി വന്നാൽ നമ്മൾ അത്രയും ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളവർ, നമ്മളവരെ പഠിപ്പിക്കുമ്പോൾ അവർ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പം അവരെ കൊണ്ട് നമ്മുടെ ഫോൺ നമ്പറൊക്കെ കാണാൻ പഠിപ്പിക്കണം. അങ്ങനെയുള്ള കുട്ടികളെ മാത്രം, അല്ലാതെ എല്ലാ കുട്ടികളെയും കൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണാൻ പഠിപ്പിക്കില്ലേ. അവരുടെ പേരൻസിൻ്റെ നമ്പർ വേണം പഠിപ്പിക്കാൻ. മനസ്സിലായോ? പിന്നെ ഉള്ളത് പരിപക്വത. എന്താ പരിപക്വത എന്ന് പറഞ്ഞാൽ? പരിപക്വത എന്ന് പറഞ്ഞാൽ എന്നാ? അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്നാ? പരിപക്വനം അല്ലെങ്കിൽ പരിപക്വത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്നാ? മച്യൂരിറ്റി എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, മാങ്ങ പഴുത്ത് കഴിക്കുന്നതാണോ പൊട്ടായിട്ട് കഴിക്കുന്നതാണോ ഇഷ്ടം എല്ലാവർക്കും?
പഴുത്ത് കഴിക്കുന്ന, അതായത് മാങ്ങ എന്ന് പറയുന്ന ഫലം അല്ലെങ്കിൽ മാങ്ങ എന്ന് പറയുന്ന ഫ്രൂട്ട് അതിൻ്റെ പരിപക്വനത്തിലെത്തുമ്പോഴാണ് അതിന് രുചിയുള്ളത്. ശരിയല്ലേ? എന്ന് പറയുന്ന പോലെ ഓരോ കുട്ടിക്കും ഓരോ പരിപക്വന രീതിയുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ, ഈ പ്രായം പറഞ്ഞ പോലെ തന്നെ മെച്യൂരിറ്റി അനുസരിച്ച് വേണം നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ 1-ാം ക്ലാസ്സിലെ കൊച്ചിനെ പോയി നമ്മൾ വലിയ ലൈഫ് സ്കിൽസൊക്കെ പഠിപ്പിക്കാൻ നോക്കുക, അതായത് ജീവിത മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ നോക്കുക. കൊച്ചി ഇതുവല്ല ഓർത്തിരിക്കുമോ? ഓർത്തിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. 10-ാം ക്ലാസ്സിനെ കൊച്ചിനെ പോയി ഈ പറയുന്ന സാധനം പഠിപ്പിച്ചാലോ അവനത് കുറേയൊക്കെ ഓർത്തിരിക്കും. ശരിയല്ലേ? അപ്പം അവൻ്റെ പരിപക്വത കൂടി നമ്മൾ കണക്കിലാക്കണം, മെച്യൂരിറ്റി കൂടി നമ്മൾ കണക്കിലാക്കണം. അടുത്ത ലാസ്റ്റ് വണ്ണാണ് അഭിപ്രേരണ. അത് ആന്തരികമാകാം ബാഹ്യമാകാം. എന്ന് പറഞ്ഞാൽ എന്താ ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ? സ്വയമേ തോന്നണം, ആന്തരികമായി തോന്നണം. അതും ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. അഭിപ്രേരണയിൽ സ്വയമേ തോന്നുന്ന അഭിപ്രേരണ രീതി ഏത്? അതിന് പറഞ്ഞ പേരാണ് ആന്തരിക അഭിപ്രേരണ. കേട്ടോ, ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ ഞാൻ തോന്നുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയില്ലേ ഇനിയും വരാൻ പോകുന്ന കേറ്ററ്റ് പരീക്ഷ എങ്ങനെയെങ്കിലും പാസ്സാകണമെന്ന്? അതുകൊണ്ടല്ലേ ഞാൻ നിർബന്ധിക്കാതെ തന്നെ എല്ലാവരും ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങളിൽ എന്നാ ഉണ്ട് നിങ്ങളിൽ? ഒരു ആന്തരിക അഭിപ്രേരണ ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ വീട്ടുകാരോ സാറുമാരോ കൂട്ടുകാരോ അയൽവക്കക്കാരോ ഒക്കെ തെറി പറയും നിങ്ങളെ കാണുമ്പോൾ, കിട്ടിയില്ലേടാ ഇതിനായിട്ടും കേട്ടിട്ട് കുറേ തവണ ആയല്ലോ, നിനക്ക് വേറെ വല്ല പണിക്കും പൊക്കൂടെ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഇതിനകത്ത് നിങ്ങൾ കയറിയിരിക്കുകയാണെങ്കിൽ അതെന്താണ്? ബാഹ്യ അഭിപ്രായമാണ്. അതായത് പുറം മോടികളായ സമ്മാനങ്ങളാലോ പ്രശ്നങ്ങളാലോ നമ്മൾ അഭിപ്രേരിതരാകുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബാഹ്യ അഭിപ്രേരണ. അവിടുന്ന് ഒരു ചോദ്യം ഈയിടെ ചോദിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. അതായത് ചോദ്യം ഇതായിരുന്നു, ഇച്ചിരി ട്രിക്കി ആയിരുന്നു. എന്താണ് ചോദ്യം ഇതായിരുന്നു: 6-ാം ക്ലാസ്സിൽ ഗണിതത്തിന് മുഴുവൻ മാർക്ക് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരാമെന്ന് ഗണിത മാഷ് കുട്ടികളോട് പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളിലെ അരുൺ എന്ന് പറയുന്ന കൊച്ച് മാത്സ് എന്ന ഗണിത വിഷയത്തിന് മുഴുവൻ മാർക്കും നേടി. അരുൺ എന്ന് പറഞ്ഞ കൊച്ചിൽ ഉണ്ടായ അഭിപ്രേരണ താഴെ പറയുന്നവയിൽ ഏതാണ്? ആന്തരിക അഭിപ്രേരണയാണോ ബാഹ്യ അഭിപ്രേരണയാണോ? ഏതാണ്? ബാഹ്യവ. കാരണം എന്നാ, നമ്മൾ ചിലരൊക്കെ അന്ന് എന്നോട് ചോദ്യം ചോദിച്ചു, സാറേ അവൻ തന്നെത്താനെ ഇരുന്ന് പഠിച്ചതല്ലേ, അവനല്ലേ സ്വന്തമായിട്ട് എഴുതി മാർക്ക് വാങ്ങിച്ചത്, പക്ഷേ അതിൻ്റെ പുറകിൽ നടന്ന കാര്യം എന്നാ? സാറ് പറഞ്ഞു എന്താണ്, മാത്സിന് ഫുൾ മാർക്ക് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരാം. അതായത് സമ്മാനം എന്ന് പറഞ്ഞ കാര്യത്തിലാണ് അഭിപ്രേരണ. അതായത് ബാഹ്യമായ കാര്യങ്ങളിൽ അവൻ എന്താണ് പ്രേരിതനായി പഠിക്കാൻ തീരുമാനിച്ചതാണ്, അല്ലാതെ സ്വയമേ തോന്നിയതൊന്നുമല്ല. അങ്ങനെ വന്നുകൊണ്ട് അതെന്താണ്? ബാഹ്യ അഭിപ്രേരണയാണ്. ഇനിയും 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പു എന്ന് പറയുന്ന കൊച്ച് സ്വയമേ തീരുമാനമെടുക്കുന്നു. നാളെ മുതൽ ക്ലാസ്സിൽ ഞാൻ സ്ഥിരമായി പോകും, ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും, അടുത്ത ഓണപ്പരീക്ഷയ്ക്ക് ഞാൻ മുഴുവൻ മാർക്കും അല്ലെങ്കിൽ എ ഗ്രേഡുകൾ കരസ്ഥമാക്കും. ഈ പറയുന്ന അപ്പു എന്ന് പറഞ്ഞ കൊച്ചിൽ ഏത് തരം അഭിപ്രേരണയാണുള്ളത്? ആന്തരിക അഭിപ്രായം. അതായത് കൊച്ചിന് സ്വയമേ തോന്നി. കണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. നമ്മളോടിങ്ങനെ ഡയറക്റ്റ് നമ്മളോട് പറയത്തില്ലേ, അരി വെക്കാൻ നമ്മളെ പഠിപ്പിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കും, നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലാണ് ഇപ്പോഴത്തെ പരീക്ഷ പേപ്പറിൽ ചോദ്യം ചോദിക്കുന്നത്. എന്താണ്, നമ്മളോട് ചെറിയൊരു കോൺസെപ്റ്റ് പറയും, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അവരൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി എന്ത് ചെയ്യും, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും ഓർത്തിരിക്കണം. ആന്തരികം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വയമേ തോന്നുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ, അതായത് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനിയും ബാഹ്യ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും എന്ന് പറയാം. അതായത് പുറമേയുള്ള സമ്മാനങ്ങളാലോ പ്രേരണകളാലോ നമ്മൾ പ്രേരിതരായി മുന്നോട്ട് പോകുന്ന എന്താണ് കാര്യത്തിന് പറയുന്ന പേരാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത്. അത് സമ്മാനങ്ങളായ മിക്കപ്പോഴും ആൾക്കാർ എടുക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളോട് പറയണം, കേറ്ററ്റ് പരീക്ഷ അല്ലെങ്കിൽ PSC പരീക്ഷ നിങ്ങൾ ക്രാക്ക് ചെയ്താൽ നിനക്ക് ഒരു ഐപാഡ് അല്ലെങ്കിൽ ഒരു ഐഫോൺ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് പഠിക്കും? ഞാൻ ഓഫർ ചെയ്യുവാണ്, ഇതിൽ എൻ്റെ ബാച്ചിലിരിക്കുന്ന നിങ്ങൾ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് പാസ്സായാൽ, ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് പാസ്സാകുന്ന എല്ലാവർക്കും iPhone 13 ഞാൻ ഓഫർ ചെയ്യുന്നു.
എന്ന് പറഞ്ഞാൽ എത്ര പേര് പഠിക്കും? വിജയ ശതമാനം കൂടുമോ അതിൻ്റെ അകത്ത്? കൂടുമോ? ഒബ്വിയസ്ലി കൂടും. കാരണം എന്നാ? അത് തന്നെ. അങ്ങനെ LPSA UPSA പോലെയുള്ള പരീക്ഷകളൊക്കെ നിങ്ങൾ ജയിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു iPhone വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ഇതിൻ്റെ റേറ്റിംഗ് കൂടും. അപ്പം അവിടെ നിങ്ങൾ ഓർക്കേണ്ട, അതുകൊണ്ട് ബാഹ്യമായ കാര്യങ്ങളിൽ അവർ പ്രേരിതരായതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? അവരിലൊരു പഠിക്കാൻ പ്രേരണയുണ്ട്. അപ്പോൾ കുട്ടികളിൽ നമ്മൾ അഭിപ്രേരണ ഉണ്ടാക്കണം. അത് ബാഹ്യമായോ ആന്തരികമായോ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ കഴിവാണ് കേട്ടോ. ഒരു ചെറിയ മുട്ടായി മതി, ഒരു 50 പൈസയുടെ മുട്ടായി മതി ഈ പിള്ളേർ നമ്മുടെ കയ്യിൽ നിൽക്കാൻ കേട്ടോ. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന നല്ല കാര്യങ്ങൾ കേട്ടോ. യെസ്, അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കണം. അപ്പം പഠന പ്രക്രിയ വിദ്യാഭ്യാസം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രായം, മുന്നറിവ്, ആരോഗ്യനില, ശ്രദ്ധ, ഓർമ്മശക്തി, പരിപക്വത, അഭിപ്രായം. ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും വായിച്ച് നോക്കിയിട്ട് ഇപ്പം മനസ്സിലായില്ലേ അത് കൊച്ചിന് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? അങ്ങനെ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറ്റാത്ത ഓർമ്മ അതിൻ്റെ അകത്ത് കാണും. അതാണ് നിങ്ങൾ പോയി ഉത്തരവായി നമ്മൾ മുമ്പേ പറഞ്ഞ ചോദ്യത്തിന് ചൂസ് ചെയ്യേണ്ടത്. ഏത് പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കുമ്പോൾ ഓരോ ഓപ്ഷൻസ് വായിക്കുക. അത് വേണോ വേണ്ടയോ എന്ന് ഒരു എക്സാമ്പിൾ ഇട്ട് പെട്ടെന്ന് ആലോചിച്ച് നോക്കുക. വേണ്ടാത്ത ഏതാണെന്ന് നോക്കുക, അത് കറുപ്പിക്കുക, അടുത്ത ക്വസ്റ്റിലേക്ക് പോവുക. അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഒന്ന് കായിക പോരായ്മകൾ, അതായത് അവൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലുള്ള പോരായ്മകൾ. 2 അഭിപ്രേരണ അഭാവം. ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. പുറത്തു നിന്നുള്ള ഒരു അഭിപ്രേരണ, ഒരു മോട്ടിവേഷൻ അവന് വേണം. അത് വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ അയൽപക്കത്തു നിന്നോ എവിടുന്നെങ്കിലും ഒരു അഭിപ്രേരണ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അതിൻ്റെ അഭാവം മൂലവും കുട്ടികൾ എന്ത് ചെയ്യും? പഠനത്തിൽ പിന്നോക്കം നിൽക്കാം. പിന്നെ വികസന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വികസന വൈകല്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, അതുപോലെ തന്നെ ഡിസ്ഗ്രാഫിയൊക്കെ. അതാണ് വികസന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് കുട്ടികൾ വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രായത്തിൽ അവർ നേരിടേണ്ട ശേഷികൾ അതുപോലെ തന്നെ നൈപുണ്യങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് വികസന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. അതും കുട്ടികളെ പ്രതികൂലമായി ബാധിക്കും. ഇനിയും അപസമായോജനം. എന്താണ് അപസമായോജനം? സമായോജനം എന്ന് പറഞ്ഞാൽ എന്താ? സമായോജനം എന്നോ പൊരുത്തപ്പെട്ടു പോവുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. അപ്പോൾ അപസമായോജനം എന്ന് പറഞ്ഞാൽ എന്താ? പൊരുത്തപ്പെടാതിരിക്കുക. കണ്ടോ? അതായത് അപസമായോജനം, സമായോജനം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. നമ്മൾ പറയത്തില്ലേ ലൈഫ് ഈസ് ഫുൾ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. അതായത് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ, കുറച്ചൊക്കെ എന്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്ന് നോക്കണം. ഇനിയും അപസമായോജനം എന്ന് പറഞ്ഞാലോ കീരി പോലെ നിൽക്കുക. അതായത് എറ്റെന്ന് പറഞ്ഞ് നിൽക്കുക. 1 പറഞ്ഞാൽ 3 പറഞ്ഞിട്ട് തിരിച്ചു വരും, ആ പരിപാടി. അതാണ് അപസമായോജനം, അല്ലവാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യം കൊണ്ടും മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടും എന്താണ് കുട്ടികളിൽ എന്താണ് പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാം കേട്ടോ. 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. രണ്ടാമത്തെ കാര്യമാണ് ഈ ഒരു പേജ് കയറി നമുക്ക് നിർത്താം. നോക്കിയേ, ഇനി പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം, കാഠിന്യം, അർത്ഥപൂർണത എന്നിവ ക്ലാസ് റൂം പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതിനകത്ത് തന്നെ മീൻ ചെയ്യുന്നത് ഒന്ന് പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൈർഘ്യം എത്ര നേരം നിൽക്കുമെന്ന്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ എന്നാ ഇപ്പോൾ ഏകദേശം 45-50 മിനിറ്റ് എടുക്കാറായി. ക്ലാസ് തുടങ്ങിയുള്ളൂ. ഞാനിത് 1.5-2 മണിക്കൂർ പിടിച്ചുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരും ബോറടിക്കും, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു പഠിപ്പിക്കുന്ന കാര്യത്തിൻ്റെ ദൈർഘ്യം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതിൻ്റെ കാഠിന്യം നമ്മൾ കുറയ്ക്കണം തുടക്കത്തിൽ. അതായത് തുടങ്ങി വരുന്ന കാര്യങ്ങളല്ല, കുറച്ച് വേണം കൊടുക്കുവാൻ. ഒരു LP ക്ലാസ്സിൽ അല്ലെങ്കിൽ UP ക്ലാസ്സിലെ മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു പീരീഡിൻ്റെ ഹവർ എത്ര മണിക്കൂറാണെന്ന് അറിയാമോ? ഒരു പീരീഡ് വരുന്നത് 45 മിനിറ്റ്. കാരണം ആ 45 മിനിറ്റിൽ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ടോപ്പിക് ഒന്നും തന്നെ തീരത്തില്ല. എന്തുകൊണ്ട് പിന്നെ 45 മണിക്കൂർ ഇട്ടു അല്ലെങ്കിൽ 8 പീരീഡ് ഒരു ദിവസം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ ദൈർഘ്യം കുറയ്ക്കുവാനായിട്ടാണ്. മനസ്സിലായോ? അതാണ് അവിടുത്തെ പുറകിൽ നടക്കുന്ന ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇനിയും അർത്ഥപൂർണത. എന്താണ് അർത്ഥപൂർണത? എന്ത് പഠിച്ചാലും എങ്ങനെ പഠിക്കണമെന്നാണ് പറയുന്നത്? അർത്ഥപൂർണമായിട്ട് പഠിക്കണം. ഇപ്പം ഇത്രയും നേരം നമ്മൾ പഠിച്ചത് അർത്ഥപൂർണമായിട്ടാണോ അർത്ഥപൂർണമല്ലാതാണോ? അർത്ഥപൂർണമായിട്ടാണ്. കാരണം അർത്ഥപൂർണമായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എന്നാ കൈവരും? നമുക്കൊരു നമ്മുടെ മനസ്സിൽ അത് നിലനിൽക്കും. അതാണ് മെയിൻ കാര്യം. ഇനി അർത്ഥപൂർണമല്ലാതെ നമ്മളൊരു കാര്യം പഠിച്ചാലോ നമ്മൾ ആ കാര്യം മറന്നുപോകും.
കേട്ടോ. ആ കാര്യം മറന്നു. അതാണ് അവിടുത്തെ മെയിൻ കാര്യം. അപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അർത്ഥപൂർണത വരുത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം അധ്യാപകരെ കുട്ടികളെ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ അത് അർത്ഥപൂർണതയോട് കൂടി പഠിപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനിയും എന്നിവ പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി അടുത്തത് നോക്കിയേ, പഠന പ്രക്രിയയുടെ ഇടയിലുണ്ടാകുന്ന അനഭിലഷണീയമായ പീഡസ്ഥലികൾ, മുന്നോട്ട് പഠിക്കാൻ കഴിയാത്ത അവസ്ഥ മറികടക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. അതായത് ഒരു പീരീഡിന് ശേഷം നമ്മൾ കുറച്ച് ബ്രേക്ക് കൊടുക്കത്തില്ലേ, വെള്ളം കുടിക്കാനും വാഷ്റൂമിൽ പോകാനും ഒക്കെ പറയത്തില്ലേ. അതായത് ആവശ്യത്തിന് നമ്മൾ ഇടവേളകൾ കൊടുക്കണം. 2, പഠനതന്ത്രങ്ങൾ മാറ്റി പരിശോധിക്കുക. ഇപ്പം നേരെ പറഞ്ഞു കൊടുത്ത ഒരു കൊച്ചിന് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പടം കാണിച്ചു കൊടുക്കുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക. ഇപ്പം ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ള ഏത് ക്ലാസ്സിലാണ് പ്രകാശ സംശ്ലേഷണം പഠിക്കാനുള്ളത്, ഫോട്ടോസിന്തസിസ് പഠിക്കാനുള്ള ഏത് ക്ലാസ്സിലാണ്? അല്ല, എത്രാം ക്ലാസ്സിലാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞ ടോപ്പിക്ക്? കുട്ടി 5ാം ക്ലാസ്സിൽ കേട്ടോ. ഈ പറയുന്ന സാധനം കുട്ടികൾക്ക് ആദ്യം 5ാം ക്ലാസ്സിലാണ്, 4th തുടങ്ങും, 5ാം ക്ലാസ്സിലാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ പുറത്ത് കൊണ്ട് പറയുവാണ്, കുട്ടികളെ ഈ ഇല കണ്ടോ, ഈ പച്ച നിറ ഇലയിൽ ക്ലോറോഫിലുണ്ട്. ഈ ക്ലോറോഫിൽ സൂര്യപ്രകാശം മൂലം ആഗിരണം ചെയ്ത് അത് ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഇതിന് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മാറുമെന്ന് പറഞ്ഞ് അകത്ത് കയറിയിരുന്ന കുട്ടികൾക്ക് വല്ലതും മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ അവരെന്നാ എടുക്കണം? അതിനെ സംബന്ധിച്ച് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ കാണിക്കണം കുട്ടികളെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ നേരം കണ്ടോ, അതാണ് വേണ്ടത്. അപ്പം ആ ഒരു പഠനതന്ത്രം വഴി കുട്ടികൾക്ക് കോൺസെപ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്നാ ചെയ്യണം? നമ്മൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം. അതായത് പഠനതന്ത്രങ്ങൾ മാറ്റി പരിശോധിക്കണം. അതിലേതെങ്കിലും ഒരു രീതി കുട്ടികളിൽ ഫലവത്തായി കാണും കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാകുന്നില്ല എന്ന് കൊച്ചു പറയുവാണെങ്കിൽ അതിനെ നമ്മൾ ആ പഠനതന്ത്രത്തെ മാറ്റി പിടിക്കണം. നേരെ ലെക്ചർ ക്ലാസ് മാറ്റി പിക്ചോറിറ്റിക്കൽ ക്ലാസ്സോ വീഡിയോ ബേസ്ഡ് ക്ലാസ്സോ എക്സ്പെരിമെൻ്റൽ ലേണിങ്ങോ നേച്ചർ ബേസ്ഡ് ക്ലാസ്സോ ഒക്കെ ആക്കി അതിനെ മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ പഠനതന്ത്രങ്ങൾ മാറ്റി പരിശോധിച്ചപ്പോൾ കുട്ടികൾക്ക് ആ കോൺസെപ്റ്റ് കിട്ടും. ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ ഒരു സസ്യത്തെ പറ്റി പഠിപ്പിക്കുകയാണ്. ആ സസ്യത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, ഇതാണ് സസ്യത്തിൻ്റെ വേര്, ഇതാണ് സസ്യത്തിൻ്റെ തണ്ട്, വേരിൽ അറ്റാച്ചായി നിലയിൽ വേരിൽ പിടിച്ചു നിൽക്കുന്നതാണ് അതിൻ്റെ തണ്ടിൽ കൂട്ടി നമുക്കിങ്ങനെ ഇലകൾ കാണാം. ഈ ഇലകളിൽ കുറച്ച് നാളുകൾക്ക് ശേഷം മച്യൂറായി കഴിയുമ്പോൾ ചില പൂക്കൾ വിരിയും. ഇങ്ങനെ ആ പൂക്കൾ വിരിഞ്ഞ് കായാവും, കാകൾ പഴുത്ത് നമ്മൾ പറിച്ചു തിന്നും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വല്ലതും മനസ്സിലാവുമോ? ക്ലാസ് മുറിക്കകത്തിരുന്ന് പഠിച്ചാൽ മനസ്സിലാവുമോ? ഇല്ല. പകരം കുട്ടികളെ എന്ത് ചെയ്യണം? ചെറിയ ചെടികളൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്തും വരാന്തയിലും ഒക്കെ നിൽപ്പില്ലേ, ചെറിയ പൂക്കളുള്ള കുറ്റിച്ചെടികളൊക്കെ, അതിനെ പറപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? കുട്ടികളോട് പറയണം, താഴെ മണ്ണ് പിടിച്ചു നിൽക്കുന്ന സാധനമാണ് അതിൻ്റെ വേര്. അതിൻ്റെ വേര് 2 തരമുണ്ട്. ഒന്ന് താഴ്വേര്, മറ്റേത് നാരുവേര്. കണ്ടോ, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കണം എന്താണെന്ന്. അതിൽ കൂടി നിൽക്കുന്നതാണ് അതിൻ്റെ തണ്ട്. ആ തണ്ടിൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ ശിഖരങ്ങൾ പോകുന്നത്. ആ ശിഖരത്തിൽ എന്തുണ്ട്? ഇലകളുണ്ട്. ആ ഇലകളിൻ്റെ ഇടയിൽ എന്തുണ്ട്? പൂക്കളുണ്ട്. ആ പൂക്കളിൽ നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അതിൻ്റെ എന്തുണ്ടാവും? ഫലങ്ങളുണ്ടാവും. ആ ഫലങ്ങൾ വിളഞ്ഞു കഴിയുമ്പോൾ അത് പുതിയ സസ്യങ്ങൾക്ക് രൂപം നൽകും. കണ്ടോ, ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കിയേ, പുറത്തിറക്കി കുട്ടികളെ അവരെ കൊണ്ട് പറപ്പിച്ചിട്ട് അവർക്കൊരു എക്സ്പെരിമെൻ്റൽ ലേണിംഗ് ആയി. അപ്പോൾ കുട്ടികൾ ആ കാര്യം പിന്നെ മറക്കുമോ? ഇല്ല. കണ്ടോ, അപ്പോൾ അങ്ങനെ വേണം കുട്ടികളെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ. അപ്പം ഇങ്ങനെയുള്ള പഠനതന്ത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആവിഷ്കരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ സയൻസ്, അതുപോലെ തന്നെ മാത്സ്, ഇതുപോലെ പഠിക്കാൻ പാടുള്ള ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യണം. ഇനിയും ക്ലാസ് മുറിയിലെ പഠിതാക്കളെ 3 രീതിയിൽ നമുക്ക് തിരിക്കാം. ഇതുകൂടിയുള്ളൂ കേട്ടോ. ഒന്ന്, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, കണ്ട് പഠിക്കുന്നവർ. കണ്ട ഉടനെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഏതൊരു കാര്യവും കാണിച്ചു കൊടുത്താൽ അവർക്ക് കാര്യം കിട്ടും. അതിനെയാണ് കണ്ട് പഠിക്കുന്നവർ, ബൈ സീയിങ്. അടുത്താണ് കേട്ട് പഠിക്കുന്നവർ, ബൈ ഹിയറിങ്. അതായത് ചിലരുണ്ട്, ചില ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലാണെങ്കിലും ചുമ്മാ കേട്ടാൽ മതി കാര്യങ്ങൾ കത്തും അല്ലേ, അങ്ങനെ കേട്ട് പഠിക്കുക. 3ാമത്തെ ആൾക്കാരാണ് പ്രവർത്തിച്ച് പഠിക്കുക. അതായത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയും. അതായത് ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കി പഠിക്കുക. എക്സ്പെരിമെൻ്റൽ ലേണിംഗ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഓരോ കാര്യങ്ങൾ ഡൂ ചെയ്ത്
പ്രവർത്തിച്ച് അതിൻ്റെ റിസൾട്ട് നേരിട്ട് കണ്ട് പഠിക്കുക. അതിനെയാണ് 3 കാര്യങ്ങളായിട്ടുള്ളത്. ഒന്ന് കണ്ട് പഠിക്കുക, കേട്ട് പഠിക്കുക, പ്രവർത്തിച്ച് പഠിക്കുക. അപ്പം നമ്മളെന്താ ഓർക്കേണ്ടത്? ഈ പഠിതാക്കൾ 3 തരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന ഒരു ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പഠന നേട്ടം ഈ 3 ഉൾക്കൊള്ളുന്നതാവാൻ നോക്കണം മാക്സിമം പറ്റുന്നതിനൊക്കെ കേട്ടോ. ചിലതിനൊക്കെ പറ്റത്തില്ല, അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അതിനൊക്കെ പറ്റുന്നതിനൊക്കെ കണ്ടു പഠിക്കാനും കേട്ട് പഠിക്കാനും പ്രവർത്തിച്ച് പഠിക്കാനുമുള്ള അവസരങ്ങൾ ക്ലാസ് മുറിയിൽ അധ്യാപകരായി നമ്മൾ ഒരുക്കണം. അതാണ് നമ്മൾ ക്ലാസ് മുറിയിൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? പഠിതാക്കൾ 3 തരം ഉള്ളതുകൊണ്ട് തന്നെ ക്ലാസ് മുറിയിൽ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പഠനം ഒരുക്കണം? കണ്ടു പഠിച്ചും കേട്ട് പഠിച്ചും പ്രവർത്തിച്ച് പഠിച്ചുമുള്ള പഠനങ്ങൾ കുട്ടികൾക്കായി നമ്മൾ ഒരുക്കണം. ഓരോ പഠന നേട്ടത്തിനും മിക്കതിനും ഒരുക്കാൻ പറ്റുന്നവയാണ്. ചിലതിനൊക്കെ പ്രവർത്തിച്ച് പഠിക്കാൻ പറ്റാത്തവ കാണും. അവയെ ഒഴിവാക്കി കണ്ടുപഠിച്ചും കേട്ട് പഠിച്ചും കാണിക്കുന്നതിനെ അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്നതിന് നമുക്ക് കൂടുതൽ മുൻതൂക്കം നൽകണം. അതാണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്ന രീതികളൊക്കെ പറഞ്ഞു തന്നില്ലേ? അപ്പോൾ ആ രീതിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പഠിക്കുവാനായിട്ട് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയ നോട്ടൊക്കെ എഴുതിയെടുക്കണം. ഇതിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. പക്ഷേ ഇത് കണ്ടൻറ്റ് മാത്രം പറയുന്നുള്ളൂ. അതിനൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കാണുമെങ്കിൽ ക്ലാസ് തന്നെ നിങ്ങൾ കാണണം. യെസ്, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?